എന്നാത്മാവേ ഉണരുക, നീ ദൈവത്തോടു പ്രാർത്ഥിക്ക, നിൻ സ്തോത്രയാഗം കഴിക്ക, നിൻ വേലയ്ക്കു ഒരുങ്ങുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഞങ്ങൾക്ക് വരുവാൻ സാധിക്കാത്ത ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയൊരു നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ആരാധനയിലൂടെ കർത്താവേ, ഞങ്ങളുടെ ആത്മീകമായ വളർച്ചയ്ക്കും കർത്താവേ ഞങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിനും ഞങ്ങളുടെ മാനസികമായ ധൈര്യത്തിനും മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാവരെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, ലോകം നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നിവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാരമുള്ളവരെയും കൂടി പ്രതിനിധാനം ചെയ്ത് ഞങ്ങൾ ഈ ആരാധനയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കൃപ ചൊരിയണം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഗായക സംഘത്തോട് ഒരുമിച്ച് ജ്ഞാനകീർത്തനങ്ങളിൽ 26 കീർത്തനം പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 26, ഹിൻ നമ്പർ 26.
ദൂതനാവാൻ പോകുമകാം താൻ മകാൻ ഞാൻ ചൊല്ലാൻ ഇപ്പോഴും ഓടുന്നുയിത്ര സ്നേഹമത്ഭുതം താൻ പാടുമേ വിജയഗീതം ആയുസ്സിൽ നടന്നോരും യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായിനെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. മൂന്നാം ഭാഗം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിനു നേരെ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മളുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്താ പകരം കൊടുക്കും? നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമീൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മോട് പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുചൊല്ലാം.
മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി പാപമോചനം സ്വീകരിപ്പീൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തന്റെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സഹിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഉയർപ്പിന് പിൻപ് ആറാം ഞായറിനുള്ള പ്രത്യേക അപേക്ഷ. പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. സർവാധികാരിയായ ദൈവമേ, പരിശുദ്ധാത്മാവിനായി കാത്തിരുന്ന ശിഷ്യന്മാർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ നീ നൽകിയല്ലോ. ഉത്കണ്ഠ നിറഞ്ഞതും അതിലോലവുമായ ഞങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. നിന്നെ ശുദ്ധീകരിക്കുന്ന ശക്തിയാൽ ഞങ്ങളെ തിന്മയുടെ പിടിയിൽ നിന്നും അനീതിയുടെ ലോകത്തിൽ നിന്നും വീണ്ടെടുക്കണമേ. അങ്ങനെ നിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രഘോഷിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം വായിക്കുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെ. ഇന്നത്തേക്കുള്ള ഒന്നാം വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 25 മുതൽ 31 വരെ. യെശയ്യാവ് 40-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള ദൈവവചനം കേട്ടുകൊള്ളുവീൻ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബ് നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ചവസാനം. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം വായിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാം.
സങ്കീർത്തനം 51. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 51. 51-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഒരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒളിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാത്തവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെ മായച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തീർത്തരണമേ. മനസ്സിലുള്ള ആത്മാവിൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികൾ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. സർവാംഗഹോമം പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള 2-ാം വേദഭാഗം വായിക്കുന്നത് കേൾക്കാം. തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെനാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. 2-ാം ഭാഗം വായിച്ച് അവസാനിച്ചു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്കുകളെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. പിന്നെ യേശു ശിഷ്യന്മാരോട്,
ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. നാം ശ്രവിച്ചത് സുവിശേഷം ആകുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. ദൈവ വചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ ജ്ഞാനകീർത്തനങ്ങളിൽ 171 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 171, 171. ശുദ്ധ ശുദ്ധ കർത്താദേവ ജീവദായകനേ, ചിത്തേ ശുദ്ധി നൽകിയനെ രക്ഷിക്കുന്നേരാമേ. വാസം ചെയ്യുന്നുള്ളിൽ ദേവ പാപബോധത്തെ നാശമായി പോകായ്വാനെ പാലിച്ചിടണമേ. സത്യാത്മാവേ വന്നുള്ളിൽ നിത്യവും നീ പാർക്ക. ക്രിസ്തുവിൻ മുദ്രയിൽ പതിക്കാൻ നീ ഇപ്പോൾ. സ്നേഹാദിഫലങ്ങളിൽ ആവാനധികമായി സ്നേഹവാനെ തുണയ്ക്കണം പാപിയന്മേ. താദാസുദാസുധാത്മാവേ നാഥത്രിയേകനേ, താനിൻ കൃപാവരങ്ങളെ നിൻ സേവ ചെയ്തിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചവുമായി തീരുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രതമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ
സർവശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആയുസ്സായും ആരോഗ്യമായും കൂടെ തരുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നുള്ളതാണ്. ഇന്നത്തെ ചിന്താവിഷയം വെയിറ്റിംഗ് അപ്പോൺ ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നുള്ളതാണ് ചിന്താവിഷയം. ഇന്നത്തെ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് ഇന്നത്തെ പഴയ നിയമ വേദഭാഗമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. 27-28 വാക്യങ്ങളാണ് ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആദ്യം ഒന്ന് വിലയിരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജനം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നത് എന്ത്? എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നത് എന്ത് എന്ന് ജനം ചോദിക്കുകയാണ്. ഇസ്രായേൽ ജനം, യാക്കോബ് ഗൃഹം ഒക്കെയും ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടിയാണ്: നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? പിന്നീടൊക്കെ പറയുന്നത് ആ ഒരു വാക്യം മുഴുവനും, 28-ാം വാക്യം മുഴുവനും പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതിയെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഇന്ന് ദൈവം തങ്ങളുടെ വഴികളെ മറഞ്ഞിരിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒത്തിരി ആളുകൾ നിലവിളിക്കുന്ന ഒരു ചോദ്യമാണ്: ദൈവമേ, എന്റെ വഴി നിനക്ക് മറഞ്ഞിരിക്കുന്നത് എന്ത് എന്നുള്ളത്. നീ എന്റെ ന്യായത്തെ കാണാതെ കടന്നുപോയിരിക്കുന്നത് എന്ത് എന്ന് നിലവിളിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് വേൾഡിന്റെ സ്റ്റാറ്റസ് എടുത്താൽ 33,66,727 പേര് ഇന്നലെ വരെ സർക്കാരുകളുടെ കണക്ക് പ്രകാരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ 2,66,707 പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു വലിയ ധ്വനിയാണ്, നിലവിളിയാണ് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്: ഞങ്ങളെ മറഞ്ഞിരിക്കുന്നത് എന്ത്? ദൈവം ഞങ്ങളെ മറന്നുപോയോ എന്നുള്ള ഒരു ശബ്ദം ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഒരുപക്ഷെ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വലിയ ഒരു ഇടപെടലിനായി ലോകം കാത്തിരിക്കുന്ന, വെയിറ്റിംഗ് അപ്പോൺ, കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് പ്രവാചകന്റെ, ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ മിനി ബൈബിൾ എന്ന് പോലും പറയാറുണ്ട്. ശക്തമായ ഭാഷകൾ ഉപയോഗിക്കുന്ന, ശക്തമായ പ്രവചനം നടത്തിയ യെശയ്യാവ് പറയുകയാണ്: നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ.
അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അപ്പോൾ ആ ദൈവത്തിൽ നമുക്ക് കുറെ കൂടി ശരണപ്പെടുവാനുള്ള കാലയളവാണിത്. ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൽ കുറെ കൂടി ശരണപ്പെടുവാനുള്ള, കുറെ കൂടി ആശ്രയിക്കുവാനുള്ള നാൾവഴികളാണ് നാം കടന്നു പോകുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചവൻ അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നില്ല എന്നാ പറയുന്നത്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, യെശയ്യാവ് പ്രവചിക്കുന്ന സമയത്തൊക്കെ ജനം എന്ന് പറയുന്നത് ഒരു പ്രവാസത്തിൽ കൂടിയാണ്, അടിമത്വത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയം. ഇനിയും തങ്ങളുടെ ദേശത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം മനസ്സിൽ ഉള്ള സമയം. അവിടെയാണ് ജനത്തെ യെശയ്യാ പ്രവാചകൻ ശക്തീകരിക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചവൻ ആ ദൈവം ക്ഷീണിച്ചു പോകില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്തൊക്കെ ഒരു വാക്സിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. 2020 മുഴുവനും ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് കാത്തിരുന്നത്. എന്നാൽ ദൈവം മനുഷ്യന് ബുദ്ധി നൽകി, മനുഷ്യന് ദൈവം കണ്ടുപിടിക്കുവാനുള്ള സാഹചര്യത്തെ നൽകി. ഇന്ന് വാക്സിൻ അവൈലബിൾ ആയിരിക്കുന്നു. 2 ഡോസ് വാക്സിനുകളും എടുത്ത ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ എല്ലാവരും വാക്സിന്റെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുക്കുവാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് 2 വാക്സിനുകൾ എടുത്തവർക്ക് ഈ ഫ്ലൂ വരുന്ന സമയത്തും ഈ COVID-19 പ്രയാസങ്ങൾ വരുമ്പോഴും അത് ചെറിയ രീതിയിൽ മാത്രമേ അവരെ ബാധിക്കുന്നുള്ളൂ എന്നുള്ള പഠനം നിലകൊള്ളുന്നത് കൊണ്ട്. ആദ്യം ലോകം കാത്തിരുന്നത് ഒരു വാക്സിനേഷന് വേണ്ടിയായിരുന്നു. വാക്സിനേഷൻ അവൈലബിൾ ആയിരിക്കുന്നു. ഒരുപാട് ആളുകൾ വാക്സിനേഷന്റെ ആ ഒരു വലിയ മൂല്യം ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. ആദ്യം 60 മുകളിലേക്ക് വാക്സിൻ കൊടുക്കാം എന്നുള്ളതായിരുന്നു. പിന്നീട് 45 മുകളിലേക്കായി. ഇപ്പോൾ 18 വയസ്സിന് മുതൽ മുകളിലേക്ക് എല്ലാവർക്കും വാക്സിനേഷൻ നൽകാം എന്നുള്ളതായി. കാത്തിരിക്കുകയാണ് ലോകം പുതിയൊരു അനുഭവത്തിലൂടെ പ്രയാണം ചെയ്യുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും ദൈവത്തിനായിട്ട് കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. ലോകത്തെ ഒന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം പാടിയ പാട്ട് തന്നെ, ഗായക സംഘം ഇന്ന് ഏറ്റവും ആദ്യം പാടിയ 26ാമത്തെ ജ്ഞാനകീർത്തനത്തിൽ തന്നെ അതിൽ നമുക്ക് വരികളെ കാണുവാനായിട്ട് സാധിക്കും. കടൽ ആർത്തിരമ്പിയാലും ഭൂമി പ്രക്ഷുബ്ധമായാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ വലിയ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. പ്ലീസ്, ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് മനോവ്യസനങ്ങളുണ്ട്, നമുക്ക് നൊമ്പരങ്ങളുണ്ട്, നമുക്ക് നെടുവീർപ്പുകളുണ്ട്. എന്നാൽ ദൈവം ഇന്നും ക്ഷീണിച്ചു പോയിട്ടില്ല, ദൈവം ഇന്നും തളർന്നു പോയിട്ടില്ല. അവന്റെ ബുദ്ധി അപ്രമേയമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഒന്ന് ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ, ഇന്ന് നമ്മൾ വാതിലുകളൊക്കെ ഇട്ട് തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ജനാലകളിൽ ഒരു വെയിലിന്റെ കണികകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം നോഹയോടും കുടുംബത്തോടും പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ പറഞ്ഞപ്പോൾ അതൊരിക്കലും ഭൂമിയെ നശിപ്പിക്കുവാനായിരുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം ഭൂമിയെ കഴുകി വെടിപ്പാക്കിയ കാലയളവാണ് ആ പെയ്തൊഴുകിയ മഴ എന്ന് പറയുന്നത്. ചില മഴപ്പെയ്ത്തുകളൊക്കെ
ഭൂമിയെ നശിപ്പിക്കുവാനല്ല എന്ന് തിരിച്ചറിയുവാനും കുറെ കൂടി ദൈവത്തിൽ ശരണം പ്രാപിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ ചിന്ത അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. നമ്മൾ ബലഹീനമായി തീരുമ്പോൾ ബലവാനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയൊരു ചിന്ത നമ്മളെ ഭരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ വാക്കുകൾ, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, ഈ ഭൂലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം, അവൻ ക്ഷീണിച്ചു പോകുകയില്ല, തളർന്നു പോകുകയില്ല, അവന്റെ ബുദ്ധി അപ്രമേയം അത്രേ. രണ്ടാമത്തേതെന്ന് പറയുന്നത് 29-ാമത്തെ വാക്യം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. രണ്ടാമത്തെ ചിന്ത ഇതാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എത്ര ആളുകളാണ് ക്ഷീണിച്ചും ബലം ക്ഷയിച്ചും ഈ പകലിൽ ജീവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ചില വ്യക്തികളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരുടെ പ്രയാസം എന്ന് പറയുന്നത്, മുകളിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് മക്കൾ, എന്നാൽ താഴെ മാതാപിതാക്കൾ പ്രളയം ബാധിച്ചതിൻ്റെ കെടുതിയിൽ ജീവിക്കുന്നു. ഒത്തിരി പ്രക്ഷുബ്ധമാണ് അവരുടെ മനസ്സുകളൊക്കെ ഈ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലിലും. എന്നാൽ ഇന്ന് ചെറിയൊരു വെളിച്ചമെങ്കിലും കാണുമ്പോൾ മനസ്സിന് ചെറിയൊരു ധൈര്യം, മനസ്സിന് ചെറിയൊരു ആശ്വാസം. ദൈവമേ, ഇന്നലെ സങ്കടം പങ്കിട്ടവരുടെ ജീവിതത്തിലേക്ക് അങ്ങൊരു ബലമായി മാറുന്നുണ്ടല്ലോ എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുകളിൽ കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിലും താഴെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും പ്രായമുള്ള അപ്പനും അമ്മയും, അങ്ങനെ എത്ര ജീവിതങ്ങൾ ഈ ലോകത്തിൽ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുപാടിലുമുള്ള പ്രളയ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ കണ്ടു. വീടിനുള്ളിൽ കയറാൻ സാധിക്കാതെ റോഡുകളിലും തോണികളിലുമൊക്കെ നിൽക്കുന്ന വ്യക്തികളെ വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ മുൻപിൽ കാണിച്ചു. ആ ഒരു സമയത്തൊക്കെ നമ്മൾ എവിടെയോ ദുഃഖാർത്തരായി. പിന്നെയും നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, അപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവന്, ക്ഷീണിച്ചു പോകുന്നവന് ശക്തി നൽകുന്ന, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ ചാരിയുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ കാത്തിരിക്കുവാനാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങൾ ശക്തി ലഭിക്കുവോളം ഈ നഗരത്തിൽ പാർപ്പീൻ എന്നാണ് അവരോട് പറഞ്ഞത്. ശക്തിയെ പകരുന്ന, ബലത്തെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന ഒരു പരിശുദ്ധാത്മാവായി ദൈവത്തിന്റെ കൃപ ഇന്നും വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കാത്തിരിക്കുക, നമ്മളിൽ വലിയൊരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ, നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ഇടപെടൽ നടത്തുവാൻ ഭൂമിയെ സൃഷ്ടിച്ചവൻ ഇന്നും മതിയായവനാണ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവന് ഇന്നും ക്ഷീണിച്ചു പോകുന്നവന് ബലം പകരുവാൻ മതിയായവനാണ്. നിന്റെ സാഹചര്യം എന്തു തന്നെയാകട്ടെ, ഞാനും നിങ്ങളും പോകുന്ന ജീവിതാവസ്ഥകൾ എത്ര കാഠിന്യമുള്ളതാകട്ടെ, ആ ഒരു അനുഭവത്തിൽ നമുക്ക് ശക്തി പകരുവാൻ ദൈവം മതിയായവനാണ്. മൂന്നാമത്തേത്, ഇന്നത്തെ പഴയ നിയമവേദ ഭാഗത്തിന്റെ അവസാനത്തെ ഭാഗം, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മൾ ചില സമയങ്ങളിലൊക്കെ എങ്കിലും എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ സാഹചര്യവും എപ്രകാരമുള്ള അനുഭവങ്ങൾ ഉള്ളതാകട്ടെ,
ഏതുവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാകട്ടെ എൻ്റെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, എങ്കിലും എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഇവിടെ ഒരു ജീവജാലത്തോട് കമ്പയർ ചെയ്യുകയാണ് പ്രവാചകൻ. കഴുകനെ കുറിച്ചൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴുകനെ കുറിച്ചാണ്. കഴുകന്റെ എങ്ങനെയാണ് കഴുകൻ ശക്തി പ്രാപിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകനെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സൂര്യപ്രകാശത്തിലോട് കണ്ണുകൾ ചലിപ്പിക്കേണ്ടവനാണ് കഴുകൻ എന്ന് പറയുന്നത്, അല്ലെ? അത്രയും ഉയരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യത്തിന്റെ വെളിച്ചത്തോട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരു പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടിലിരുന്ന് അത് ശക്തി പ്രാപിക്കുകയാണ് ആ വലിയ വെളിച്ചത്തിലേക്ക് നോക്കുവാനായിട്ട്. തൻ്റെ കണ്ണുകളെ ഒന്ന് മൂർച്ചയുള്ളതാക്കി മാറ്റുകയാണ്, പ്രകാശപൂരിതമുള്ളതാക്കി മാറ്റുകയാണ്. കഴുകന്റെ ചുണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ അത് പാറകളിൽ പോലും കൊത്തിയിട്ട് അതിന്റെ ചുണ്ടുകളെ ഇങ്ങനെ ശക്തമാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കഴുകന്റെ ചുണ്ടുകൾ കൊണ്ടാണ് ആ കഴുകൻ വളരെ ശക്തമായ വേട്ടയാടലുകളൊക്കെ നടത്തുന്നത്. അതിനുവേണ്ടി പാറകളിൽ പോലും കൊത്തി കഴുകൻ തൻ്റെ ചുണ്ടുകളെ കുറെ കൂടി ശക്തമാക്കുന്നുണ്ട്. കഴുകന്റെ നഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഴുകൻ നഖങ്ങളെ കൊത്തിപ്പറിച്ചു കളയുമെന്നാണ് പറയുന്നത്. പഴയ നഖങ്ങളെ കൊത്തിക്കളഞ്ഞ് പറിച്ചു കളഞ്ഞ് പുതിയ നഖങ്ങൾ കഴുകനിൽ നിന്ന് ഉണ്ടാകും. കഴുകന്റെ ചിറകുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തൂവലുകളെ പൊഴിച്ച് പുതിയ ചിറകുകളൊക്കെയുമായിട്ട് കഴുകൻ ഇങ്ങനെ വീണ്ടും ശക്തി പ്രാപിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പഴയ നിയമ വേദഭാഗത്ത് യെശയ്യാ പ്രവാചകൻ തന്റെ ജനത്തെ ശക്തീകരിക്കുവാനായി കഴുകനെ ഒന്ന് കമ്പാരിസൺ ചെയ്യുന്നത്. അത്ര ഉയരത്തിൽ പറക്കുന്ന ആ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന അനുഭവം യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകും. നമുക്കറിയാം, ശിഷ്യന്മാര് മാളിക മുറിയിൽ ഭയന്ന് ഇരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും അവരിലേക്ക് ശക്തിയുടെ സ്രോതസ് പ്രവഹിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവര് ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷവുമായിട്ട് യാത്ര ചെയ്തത്. യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് അവരെ ഭയമുള്ള അവസ്ഥയിൽ നിന്ന് സമാധാനത്തിന്റെയും ശക്തീകരണത്തിന്റെയും അനുഭവത്തിലേക്ക് നയിച്ചപ്പോൾ അവർ ലോകം മുഴുവനും സഞ്ചരിച്ചു, അനേകരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി. യേശു ക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ കഴിവും പ്രാപ്തിയും ഒന്നുമുള്ളവരെ നോക്കിയല്ല തെരഞ്ഞെടുത്തത്, സാധാരണക്കാരായ ആളുകളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഭയപരവശരായിട്ടൊക്കെ അവര് മാളിക മുറിയിൽ ഒളിച്ചു പാർത്തത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ 40 ദിവസങ്ങളോളം സഞ്ചരിച്ച് അവരെ ശക്തീകരിക്കുകയും വചനത്തിൽ ബലപ്പെടുത്തുകയും ചെയ്ത് ഭൂമിയുടെ അറ്റത്തോളം ചിറകടിച്ചുയരുന്നവരായി, കഴുകന്മാരെ പോലെ ഭൂമിയുടെ അറ്റത്തോളം ചിറകടിച്ചുയരുന്നവരായി, ശക്തി പ്രാപിക്കുന്നവരായി അവരെ രൂപാന്തരപ്പെടുത്തി. ഞാനിവിടെ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ എനിക്കറിയില്ല ഇന്ന് ഈ 75ഓളം പേരുടെ മാനസിക അവസ്ഥ, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നറിയില്ല. എന്നാൽ ദൈവത്തിനറിയാം. നമ്മളിങ്ങനെയാ വായിക്കുന്നത്, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, അവൻ ഇന്നും ക്ഷീണിച്ചു പോകുന്നില്ല,
നിങ്ങളുടെ തകർന്ന മനസ്സുകളെ പുണരുവാനായിട്ട് ഇന്നും അവൻ ക്ഷീണിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ ബലഹീനമായ അനുഭവങ്ങളിൽ ശക്തി പകരുന്നതിന് വേണ്ടി അവൻ ഇന്നും തളർന്നു പോയിട്ടില്ല. ആ ദൈവത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അപ്രമേയമാണ്. നമ്മൾ ഇതിനു മുമ്പും പ്രളയത്തെ അതിജീവിച്ചവരാണ്. ഇതിനു മുൻപ് നമ്മൾ ചെറിയ വൈറസുകളെയൊക്കെ അതിജീവിച്ചവരാണ്. നമ്മൾ ഇതിനെയും മറികടക്കുമെന്ന് വിശ്വസിക്കുക. കാരണം നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. കുറെ കൂടി ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഒരുപക്ഷെ നമുക്ക് ശാരീരികമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിന്റെ കാലഘട്ടമാണല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് ദൂരെ നിന്നുകൊണ്ട് കരുതുവാൻ ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ നാളുകളിൽ ദൈവം അനേകരെ നമ്മളിലൂടെ ശക്തീകരിക്കും. ദൈവം അനേകരെ നമ്മളിലൂടെ ബലപ്പെടുത്തും. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിങ്ങളെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രതമായ പ്രഭാത നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്രയും കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ദേവാലയത്തോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ: ഇന്ന് വൈകുന്നേരം വെർച്വൽ ബൈബിൾ സ്റ്റഡിയും യൂത്ത് മീറ്റിങ്ങും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ വഴി. ബുധനാഴ്ചയും നമ്മളുടെ ബൈബിൾ പഠനം, പഴയ നിയമത്തെ ആസ്പദമാക്കിയുള്ള ബൈബിൾ പഠനം നടത്തപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തപ്പെടുന്നു. രാവിലെ 10 മണി മുതൽ 12 മണി വരെ. കഴിയുന്നത്ര ആളുകളും ഭവനങ്ങളിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഇത്രയും ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകുമ്പോൾ 2 മണിക്കൂർ മുഴുവനും നിങ്ങൾ ചിലവഴിക്കണമെന്നില്ല. ഏതെങ്കിലും അല്പസമയമെങ്കിലും നിങ്ങളുടെ തിരക്കുകൾക്ക് നടുവിലും ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം ദേവാലയത്തിന്റെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു കണ്ണിയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുകാരാകണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തോട് വിവാഹ വിളിച്ചു ചൊല്ലായിട്ട് ഉള്ളത് CSI അസെൻഷൻ ചർച്ച് കാക്കനാട് സഭാംഗമായ ഉമ്മൻ പൊന്നൂസിൻ്റെയും സാറ പൊന്നൂസിൻ്റെയും മകൾ നീതു എലിസബത്ത് പൊന്നൂസും, ബദേൽ മർത്തോമ സഭാംഗമായ മത്തായി വർഗീസിൻ്റെയും അന്നമ്മ മത്തായിയുടെയും മകൻ ജെറിൻ മത്തായും തമ്മിൽ വിവാഹം ചെയ്യുവാനായി തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാകുന്നതിന് ന്യായമായ തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നതായാൽ ആയതിനെ രേഖാമൂലം ഇടവകപ്പെട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് 3ാമത് പ്രാവശ്യം പ്രസിദ്ധം ചെയ്തു കൊള്ളുന്നു. വിവാഹ വിളിച്ചുചൊല്ല് CSI അസെൻഷൻ ചർച്ച് കാക്കനാട് സഭാംഗമായ നെബു ഐ തോമസിൻ്റെയും സുധ എലിസബത്ത് തോമസിൻ്റെയും മകൾ ഷിഗ ആൻഡ് തോമസും, ജെറുസലേം മർത്തോമ ചർച്ച് കുറ്റപ്പുഴ സഭാംഗമായ ബിജു ജോൺ വർഗീസിൻ്റെയും
സോജി അച്ചാമ്മ വർഗീസിന്റെയും മകൻ ദീപക് ഉമ്മൻ വർഗീസും തമ്മിലുള്ള വിവാഹം നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാകുന്നതിന് ന്യായമായ തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നതായാൽ ആയതിനെ രേഖാമൂലം ഇടവകപ്പെട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് 2ാമത് പ്രാവശ്യം പ്രസിദ്ധം ചെയ്തു കൊള്ളുന്നു. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന ഷിക ആൻഡ് തോമസിനായിട്ടും ദീപക് ഉമ്മൻ വർഗീസിനായിട്ടും നീതു എലിസബത്ത് പൊന്നൂസിനായിട്ടും ജെറിൻ മറ്റായിക്കായിട്ടും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ നൽകുമെന്ന് വേദപുസ്തകം ഞങ്ങളോട് പറയുമ്പോൾ, കർത്താവേ, ഈ കാലങ്ങളിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന നിന്റെ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ ഹിതത്തിനനുസരിച്ച് അവരുടെ വിവാഹം നടത്തപ്പെടുവാനും 2 കുടുംബങ്ങളിൽ ജനിക്കപ്പെട്ടവർ ഒരു ഭവനങ്ങളിലായി കുടുംബമായി പാർക്കുവാനും കർത്താവേ, ഷികയെയും ദീപകിനെയും നീതുവിനെയും ചെറിനെയും അങ്ങിടയാക്കണം. ഞങ്ങൾക്കായി ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നും കഴിഞ്ഞ ആഴ്ചയിലുമായി ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്നവർ എസ് മണിച്ചി, അഭിഷേക് ബിനോയ്, റോയ് ടി ജെ, സുദർശന ബായ്, ഫെമില പ്രവീൺ, ഫിലോ ജേക്കബ്, റോഷ്നി ജേക്കബ്, ലീലാമ കുര്യൻ, ഷോൺ ബെഞ്ചമിൻ വിൽസൺ, അലക്സ് ജോർജ്, ഏഞ്ചൽ റെനീഷ്, ബെഞ്ചമിൻ ദാനിയേൽ, ഡോക്ടർ വിൽസൺ ക്രിസ് എൽ, ഫെയ്ത്ത് ഫിലിപ്പ്, ജോൺ പി മാത്യു, വിനോദ് റോബർട്ട്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ അന്നമ്മ ചാണ്ടി, ലില്ലി ജോൺസൺ, റൂബേൻ എസ് ജോർജ്, റീന വിൽസൺ ജോർജ്. വിവാഹ വാർഷികം മിസ്റ്റർ സാം എസ് ആൻഡ് മിസ്സിസ് ഗീത സാം, മിസ്റ്റർ സനീഷ് ടി ജോസഫ് ആൻഡ് മിസ്സിസ് റെനില ഇ സനീഷ്, മിസ്റ്റർ പ്രേം എസ് ഡെനിസ് ആൻഡ് മിസ്സിസ് ഹെലൻ പ്രേം, മിസ്റ്റർ ഷിജു തോമസ് and Mrs. Gina Elizabeth, Mr. Matthew Thomas and Mrs. Amila Matthew. ഇന്ന് വിവാഹ വാർഷികം മിസ്റ്റർ തോമസ് സി സി ആൻഡ് മിസ്സിസ് പന്നമ്മ തോമസ്. നിങ്ങൾ ഭവനങ്ങളിൽ ആയിരിക്കുന്ന സമയത്ത് ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയവർ അവിടെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകളെ വണക്കുകയും മുട്ടുകളെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ നല്ല ദൈവമേ, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ച നിന്റെ മക്കൾക്കായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകം ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങൾ അപ്രകാരമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രതികൂലമായ സാഹചര്യങ്ങളിലും ജീവൻ നിലനിർത്തുവാൻ ഇടയാക്കിയ ഞങ്ങൾ പേരുകൾ വായിച്ച എല്ലാ മക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കർത്താവേ, പകർച്ചവ്യാധിയിൽ നിന്നും പ്രളയത്തിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നുമൊക്കെ അവരെ വിടുവിച്ച് ഇന്ന് ആരോഗ്യത്തോടുകൂടി ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ വണക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജന്മദിനം ആഘോഷിച്ച എല്ലാവർക്കായിട്ട് സ്തോത്രം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കർത്താവെ ഞങ്ങളുടെ മക്കൾ ചിന്നിച്ചിതറി പാർക്കുന്നു. അവരെല്ലാം പുതിയ വർഷത്തിൽ അവിടുത്തെ അനുഗ്രഹം കൊണ്ടും അവിടുത്തെ നന്മ കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയപ്പോൾ പകലിന്റെയും രാത്രിയുടെയും അനുഭവത്തിൽ അഗ്നിയുടെയും മേഘത്തിന്റെയും അനുഭവമായി കാത്തു സൂക്ഷിച്ച ദൈവം കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് വിവാഹ വാർഷികം ആഘോഷിച്ചവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെയും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, പ്രത്യേകിച്ചും നിത്യമായ വിശ്വസ്തതയും അറ്റുപോകാത്ത സ്നേഹവും അവരുടെ കുടുംബജീവിതത്തിൽ ധാരാളമായി നൽകണമേ. ഒരിക്കൽ കൂടി എല്ലാവർക്കായിട്ട് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാവരെയും തിരുസന്നിധി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിന്റെ കൃപ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പുതിയ വർഷത്തിന്മേൽ അനുഗ്രഹമായി നന്മയായി കൃപയായി കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുൻപായി അത്യുന്നതന്റെ മറവിങ്കൽ എന്നുള്ള പാട്ട് ഗായക സംഘം പാടും. അതിനുശേഷം നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യാവുന്നതാണ്.
അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ രോഗങ്ങളും കഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും കഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻവചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻവചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. യാത്രകളിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്ക് തരും. ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്ക് തരും. ദൂതന്മാർ മുന്നേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇത് പരം ഭാഗ്യമുണ്ടോ. ദൂതന്മാർ മുന്നേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. എപ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്, ഇത് പരം ഭാഗ്യമുണ്ടോ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആർക്കെങ്കിലും ഒരാൾ പടികളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്ത കർത്താവേ, സഭയായ കർത്താവെ, ഇത്രയും ആളുകൾക്ക് കർത്താവെ തിരുമുമ്പിൽ വരുവാൻ കർത്താവ് ഒരുക്കി തന്ന വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, അനേകം ആളുകൾ കർത്താവെ മഴയുടെ കെടുതികൾ, രോഗത്തിന്റെ കെടുതികൾ, ആശുപത്രിയിൽ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുമ്പോഴും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കാത്തു പരിപാലിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ആരോഗ്യവും ആയുസ്സും തന്ന അനുഗ്രഹിച്ചവയായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. നിന്ന് കേട്ട വചനത്തിനായി സ്തോത്രം കർത്താവെ. യഹോവയെ കാത്തിരുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും കർത്താവ് ഞങ്ങളെ കാണിച്ചു തന്ന് കർത്താവ് ഒരുക്കി നിർത്തിയതായ കൃപയായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ നിന്നതല്ല കർത്താവെ, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണെന്ന് ഞങ്ങളെ കർത്താവ് അറിയുന്നു കർത്താവെ. കാത്തുകൊള്ളുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഈ കോവിഡിന്റെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലും കർത്താവെ, രോഗങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും കർത്താവെ വളരെ വളരെ വിഷമകരമായ സാഹചര്യത്തിൽ
പകർന്നുകൊണ്ടിരിക്കുമ്പോഴും കർത്താവെ, അനേകർ കർത്താവെ ഈ ലോകത്തെ മാറ്റപ്പെടുമ്പോഴും കർത്താവെ, അടിയങ്ങളെയും അടിയങ്ങൾക്കുള്ളവരെയും സഭാജനങ്ങളെയും കർത്താവെ അങ്ങിപ്പോഴും കർത്താവെ ആരോഗ്യത്തിന്റെ ബലത്തോടും സുരക്ഷിതമായി കാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് വാക്സിനായും ഇമ്മീഡിയറ്റുമായ കർത്താവെ ഞങ്ങളിൽ അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അങ്ങയുടെ കൃപയിൽ കർത്താവെ ശിഷ്ടായുസ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹത്തോടു കൂടി തന്നെ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ നാടിലും കർത്താവെ കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വിഷമകരമായി നടന്നുകൊണ്ടിരിക്കുന്നുവല്ലോ കർത്താവെ. വളരെ വിഷമകരമായ സാഹചര്യങ്ങളിൽ കൂടി കർത്താവെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, ബെഡില്ലാത്ത സാഹചര്യങ്ങൾ ആശുപത്രികളിൽ കർത്താവെ, അതിന് തക്കതായിട്ടുള്ള രോഗ പ്രതിരോധ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തില്, ഡോക്ടേഴ്സിന് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളില്, ഹെൽത്ത് വർക്കേഴ്സിന്റെ ബലഹീനതകളില് കർത്താവെ വളരെ കഷ്ടകരമായ സാഹചര്യത്തിൽ നാട് കടന്നു പോകുമ്പോഴും കർത്താവിന്റെ ഇമ്മ്യൂണിറ്റിയാൽ, കർത്താവിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നിലനിർത്തുന്ന വൻകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. പല ഭാഗങ്ങളിലും കർത്താവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവെ രോഗപ്രതിരോധത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി രോഗം മാറ്റിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ കർത്താവെ. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ അതുപോലെ മാസ്കോ ഇല്ലാതെ സ്വതന്ത്രമായി നടക്കുവാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ നാട്ടിലും കർത്താവെ ആ സാഹചര്യം കർത്താവ് ഒരുക്കി തരുവാനും കർത്താവെ അനുഗ്രഹത്തോടു കൂടി കർത്താവെ അടികൾക്ക് ഓരോരുത്തർക്കും കർത്താവെ ആലയത്തിൽ അങ്ങയെ കൂട്ടമായി ആരാധിക്കുവാനുള്ള സാഹചര്യം കർത്താവ് വീണ്ടും ഒരുക്കി തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലുള്ളതിടം നടക്കുന്ന കർത്താവെ മഴയുടെ ബുദ്ധിമുട്ടുകൾ, ചുഴലിക്കാറ്റിന്റെ ബുദ്ധിമുട്ട് കർത്താവെ കാണുന്നുവല്ലോ. വളരെയധികം ആൾക്കാർ കർത്താവെ, പ്രത്യേകിച്ച് കടൽ തീരത്ത് താമസിക്കുന്നവരെ, ഭവനങ്ങളിലൊക്കെ വെള്ളം കയറി കർത്താവെ യാതൊരു വിഷമങ്ങളും ഇല്ല, പ്രയാസങ്ങളും കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അവർക്കൊക്കെയും ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ തുറക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കർത്താവെ ഇതൊക്കെയും കർത്താവ് മാറ്റി തന്നെ സമാധാനം പുനഃസ്ഥാപിച്ച് അവരുടെ കുടുംബങ്ങളെ കർത്താവ് കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധത്തിന്റെ സമാനമായ സാഹചര്യങ്ങൾ കർത്താവ് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നു. ധാരാളം ആളുകൾ കർത്താവെ യുദ്ധത്തിൽ മരണമടയുന്നു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരണമടയുന്നു. കർത്താവ് ഇതൊക്കെ കാണുന്നതിലെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സ്വർഗീയ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ അവരെയൊക്കെയും കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. കർത്താവ് ആശ്വാസവും സമാധാനവും കൊടുത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്കൂളിൽ പോകുവാനോ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പഠിക്കുവാനോ കഴിയാതെ ഓൺലൈനിൽ പഠിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവെ ഉണ്ടല്ലോ. ദൈവമേ, പരീക്ഷകളൊക്കെ ഇതാക്ക സമയം നടത്തുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ദൈവമേ ഇതൊക്കെ അറിയുന്നതിൽ കർത്താവെ ഇതിനൊക്കെ ഒരു മാറ്റം വരുവാനും കഴിഞ്ഞ 1.5 വർഷം കാലമായിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെയും തരണം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു പ്രകാശത്തിന്റെ രശ്മികൾ കർത്താവ് തന്ന് ദൈവമേ നല്ല ഒരു സാഹചര്യം പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിൽ കടന്നു വന്ന് കർത്താവെ അങ്ങേ കൂട്ടമായി ആരാധിക്കുവാനുള്ള സാഹചര്യം കർത്താവ് വീണ്ടും ഒരുക്കി തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അച്ഛന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടു കൂടി കർത്താവെ സഭയിൽ കടന്നു വരുവാനും കർത്താവെ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും കർത്താവെ അനുഗ്രഹത്തോടു കൂടി ഇതുപോലെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും ദൈവിക സാന്നിധ്യം ഭവനങ്ങളിൽ കർത്താവ് കൊണ്ടുതരുവാനും മുഖാന്തരമാക്കി തന്ന അച്ഛന്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തിന്റെ ബലത്തോടും കർത്താവ് തുടർന്നും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവിധ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓൺലൈനിലായിട്ട് കർത്താവെ ധാരാളം മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ യുവജനങ്ങളുടെ മീറ്റിംഗ് ഇന്നുണ്ടല്ലോ, അതുപോലെ വൈകിട്ട് 6:30 കർത്താവെ ബൈബിൾ പഠനമുണ്ടല്ലോ, അതുപോലെ വെള്ളിയാഴ്ചകൾ കർത്താവെ ഉപവാസ പ്രാർത്ഥനകളുണ്ടല്ലോ, ബുധനാഴ്ച ബൈബിൾ സ്റ്റഡികളുണ്ടല്ലോ. കർത്താവിൽ ഇതിലൊക്കെയും കർത്താവെ ധാരാളം ആളുകൾ കടന്നു വരുന്നതിനും വചനം പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലുടനീളം വ്യാപരിച്ച സ്വർഗീയ നന്മകൾക്കായി സ്തോത്രം കർത്താവെ. ആരാധനയിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് ആഗതനായി ഇരുന്നല്ലോ ഞങ്ങളെ തൊട്ടനുഗ്രഹിച്ച് കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് തുണയായിരിക്കണമേ. കർത്താവെ ഓൺലൈനിലായിട്ടുള്ള എല്ലാ ആരാധനകളിലും കർത്താവ് കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് കർത്താവെ വിവാഹത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഭവനങ്ങളെയും ആ ആരാധനകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ആവശ്യമായ കൃപകളാൽ കാത്തുകൊള്ളണം. ഇന്ന് വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് സുരക്ഷിതത്വവും ആരോഗ്യമായിരുന്നതിനായി നന്ദിയുടെ സ്തോത്രം. തുടർന്നുള്ള കാലങ്ങളിൽ കർത്താവെ അവരെയൊക്കെ കർത്താവ് തുടർന്നും സുരക്ഷിതമായി കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യമായ കൃപകളാൽ കാത്തുകൊള്ളണം. അടുത്ത മീറ്റിംഗിൽ കൂടി ഞങ്ങൾ കടന്നു വരുവോളവും അടിയങ്ങളെയും അടിയങ്ങൾക്കുള്ളവരെയും കർത്താവ് കൃപയാൽ കാത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകല ഉപന്നനാഥന്റെ നാമത്തിൽ തന്നെ ആമേൻ. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വവുമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളേണമേ. ആമേൻ. ഡോക്സോളജി. ഗായക സംഘം ഡോക്സോളജി 8 ആലപിക്കുന്നതായിരിക്കും. വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുകയും നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാവരോടും കൂടി പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പകർച്ചവ്യാധിയിലും ഒക്കെ കടന്നു പോകുന്നവർക്ക് സൗഖ്യദായകമായി കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനയ്ക്ക് അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 261 കീർത്തനം 261.
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടിയും. നമുക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.